ഹലോ, നമ്മൾ ലക്കിമോന് രാവിലെ കഴിക്കാൻ കൊടുക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഡ്രൈ ഫ്രൂട്ട്സും പഴമൊക്കെ വെച്ചിട്ട് ഒരു ഷെയ്ക്ക് മോഡലുള്ള ഒരു ഐറ്റമാണ്. അപ്പം ഒത്തിരി പൈസ 200 രൂപയേ ആകത്തുള്ളൂ കേട്ടോ. ഒരു 200 രൂപ ഉണ്ട്. ഇപ്പം ഞാൻ 4-5 ദിവസമേ ആയിട്ടുള്ളൂ അത് വാങ്ങിച്ചിട്ട്. എന്നിട്ട് ഇനി ഏറെ ഇരിക്കുകയാണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഭയങ്കര റേറ്റാണ് എന്നൊക്കെ ഞാൻ 50 ഗ്രാം വെച്ചിട്ടേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം ഒത്തിരി നമ്മൾ എടുക്കുന്നില്ല. അപ്പം ഇത്രയും അടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് ഇട്ടാൽ ഒരു പഴം വലുത്, ഒരു ചെറിയ കുഞ്ഞു പഴമാണ് അതിൻ്റെത്തേക്ക്. 2 വലിയ പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറെ കാണും, ഇച്ചിരി കൂടെ ഏറെ കാണും കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്ക് കുടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ കുടിക്കാം കേട്ടോ. അപ്പം അവൻ കൊടുക്കുമ്പോൾ ബാലൻസ് വരുമ്പോൾ ഞാൻ കുടിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിത് 50 ഗ്രാം വെച്ചിട്ടാണ് 3 ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത്. 175 രൂപയായിട്ടുള്ളൂ. ബാക്കി 25 രൂപയ്ക്ക് പഴം വാങ്ങിച്ചു. അപ്പോൾ ഓക്കെ, ക്യാഷ്നട്ട്, കിസ്മിസ്, ബദാം, പിസ്ത, പിന്നെ 2 പഴം, ബൂസ്റ്റും പഞ്ചസാരയും. അത് ഓപ്ഷനിലാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പം അവന് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബൂസ്റ്റ്. അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് ബൂസ്റ്റും ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് കിസ്മിസ് മാത്രം കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമുക്ക് റെഡിയാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തലേദിവസം കുതിർത്ത് വെച്ച സാധനമാണ്. അപ്പോൾ ഇത് തൊലിയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഈ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം 2 പ്രാവശ്യം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകണം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ പഴവും കൂടി ഇങ്ങനെ അടുത്തിട്ടിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും ബൂസ്റ്റും ഇട്ട് ശകലം വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. വെള്ളം കൊണ്ട് ഇച്ചിരി ലൂസായിട്ടിട്ട് ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ ബൂസ്റ്റ് കണ്ടിട്ട് പിന്നെ സമാധാനമില്ല. അതിങ്ങനെ ബൂസ്റ്റ് എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് മേടിച്ച് കയ്യിൽ വെച്ചിരുന്ന് കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ പോയി മിക്സിയിൽ അത് നന്നായിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് കാണാം ഇന്ന് കുറച്ച് ലൂസായി പോയി കേട്ടോ. എന്നും ഇച്ചിരി കട്ടിക്കാണ് ഇരിക്കാറ്. അപ്പോൾ ഇന്ന് ശകലം ലൂസായി പോയി, വെള്ളം ഇച്ചിരി കൂടിപ്പോയി. അപ്പം ഇത് കണ്ടപ്പോൾ തൊട്ടേ അവനൊരു സമാധാനമില്ല അത് കൊടുക്കാഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റാൻ പോവാണ്. അപ്പോൾ അത് മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ശരിക്കും പറഞ്ഞൊരു ഷെയ്ക്ക് കുടിക്കുന്ന ടേസ്റ്റ്. നമ്മൾ പാൽ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ലാന്നേ ഉള്ളൂ. പക്ഷേ നല്ല പാൽ ആഡ് ചെയ്തില്ലെങ്കിലും നല്ല ഷെയ്ക്ക് കുടിക്കുന്നൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഇത്രയും ഒരു ലൂസൊക്കെ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, കുടിക്കാം. ഷെയ്ക്ക് കുടിക്കുന്ന കണക്ക് തന്നെ. മറ്റേത് ഇച്ചിരൂടെ കട്ടിയായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവന് കൊടുക്കാഞ്ഞിട്ട് അവൻ പിടിയും വലിയൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് മിക്സിയുടെ ജാറിൽ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കൊടുത്തു. ഞാനിങ്ങനെ സ്പൂണിൽ കോരി കൊടുക്കുന്നത് അവന് ഇഷ്ടമല്ല കേട്ടോ. കാരണം വെച്ചാൽ അവന് തന്നെത്താനെ ഇങ്ങനെ കുടിക്കുന്നതൊക്കെയാണ് ഉള്ളിലേക്ക് ഇഷ്ടം. സ്പൂണിൽ കോരി കൊടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഇത്തിരി കട്ടിയാണെങ്കിൽ മാത്രം കൊടുക്കുമ്പോൾ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കത്തില്ല. അപ്പം ഇതുപോലെയാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ അവൻ ഗ്ലാസ്സൊക്കെ പിടിച്ച് തന്നെ കുടിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഇത്. അത് തന്നെയല്ല, കുഞ്ഞുങ്ങൾ കുടിച്ച് കഴിയുമ്പോൾ അതുങ്ങൾക്ക് വിശക്കത്തില്ല കുറച്ച് നേരത്തേക്ക്. പക്ഷേ നന്നായിട്ട് വയറും നിറയും. അത് നമ്മൾ കുടിക്കുമ്പോഴാണെങ്കിൽ നമുക്കും മനസ്സിലാകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് പുള്ളി. കണ്ടില്ല, 2 മീശയൊക്കെ വരച്ച് അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനത് മുഴുവൻ കുടിക്കും കേട്ടോ. ഏതായാലും ഇത്രയുള്ള വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ബൈ.